മത്തായിയുടെ സുവിശേഷം പറഞ്ഞ് ഹൈബിയുടെ കൊള്ളുന്ന ആശംസ. കാസ അതിന് മറുപടി പറഞ്ഞു. പക്ഷേ കാസയ്ക്ക് കൊള്ളുന്ന കമൻറ്റുകളാണ് അതിനടിയിൽ വന്ന് വീഴുന്നതെല്ലാം. അങ്ങനെ വിശ്വാസികൾ ഏറ്റവും സന്തോഷത്തോടെയും സ്നേഹപൂർവ്വം ആഘോഷിക്കുന്ന പെസഹ വ്യാഴം അർത്ഥഗർഭമാവുകയാണ്. ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലുമൊക്കെ ചില മനുഷ്യരെ പരിചയപ്പെടുത്താറുണ്ട്. ആ പരിചയപ്പെടുത്തുന്നത് അതുപോലെയുള്ള ആളുകൾ ചരിത്രത്തിൽ ഉണ്ടാവുമെന്നും മനുഷ്യകുലം നിലനിൽക്കുന്നിടത്തോളം കാലം അത്തരം മനുഷ്യരെക്കുറിച്ച് നല്ല ഓർമ്മയും ചിന്തയും എല്ലാ നല്ല വിശ്വാസികൾക്കും വേണം എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ്. ക്രൈസ്തവ മതവിശ്വാസത്തിൽ യൂദാസിനെ പരിചയപ്പെടുത്തിയതും അതിന് തന്നെയാണ്. ഒറ്റി കൊടുക്കുന്നവർ, വിറ്റെടുക്കുന്നവർ, കൂട്ടത്തിൽ തന്നെ തിരിച്ചറിയാത്ത ഭാവത്തിൽ ഓരോ മതങ്ങളിലും ഓരോ വിശ്വാസങ്ങളിലും ഉണ്ടാവുമെന്നും അത് മനസ്സിലാക്കി വേണം വിശ്വാസികൾ മുന്നോട്ട് പോകാനെന്നും കർത്താവിനെപ്പോലും ഒറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് മറന്നു പോകരുതെന്നുമുള്ള ശക്തമായ സന്ദേശമാണത് നൽകുന്നത്. ഈ കാലഘട്ടത്തിൽ ആഘോഷങ്ങൾ ഓരോന്ന് ആസ്വദിക്കുമ്പോഴും അതിനുള്ളിൽ നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശം എന്താണെന്നും അതിൻ്റെ സാമൂഹിക മൂലധനം എന്താണെന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സാമ്പത്തിക മൂലധനം നമുക്കറിയാം. എന്നാൽ ഒരുമിച്ച് ജീവിക്കലിൻ്റെ, സ്നേഹം പങ്കുവെക്കലിൻ്റെ, ചേർത്ത് വെക്കലിൻ്റെ ഒക്കെ ഒരു വലിയ സാമൂഹിക സന്ദേശം എല്ലാ വിശ്വാസങ്ങളിലെയും ആഘോഷങ്ങൾക്കുണ്ട് എന്നതാണൊരു പ്രത്യേകത. ഇത്തവണത്തെ പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ട് ഹൈബി ഇട്ട പോസ്റ്റ് ഹാവ് എ ബ്ലെസ്ഡ് ഹോളി വീക്ക് എവരിവൺ എന്ന് പറഞ്ഞ് ഇട്ട ശേഷം അതിലെഴുതിയത് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്, അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. മത്തായിയുടെ സുവിശേഷം 7:5 എന്നതാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. ഇന്നത്തെ ഈ മുനമ്പവും വഖഫ് ബില്ലുമൊക്കെയായി ബന്ധപ്പെട്ട സംഗതിയെ കൂടി കൊരുത്താണ് ഇത് അടിച്ചേക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായത് എന്താണോ അത് ആർക്കും ഇട്ടുകൊടുക്കരുത് എന്ന് വെച്ചാൽ സ്നേഹമാണ്, പങ്കുവെക്കലാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളാണ്. പണ്ട് പൗലോ കൊയ്ലോ പറഞ്ഞൊരു വാചകം സാമൂഹ്യ മാധ്യമങ്ങളിങ്ങനെ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഏറ്റവും മുഗ്ധ പ്രണയം അത് മറ്റാരോടും പറഞ്ഞു കളയരുത്, അവരവരുടെ ഭാവനയിൽ അത് ചിന്തിച്ച് മോശമാക്കി കളയും. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്, അവ അത് ചവിട്ടി തേച്ച് നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. ഇതിൻ്റെ സാഹചര്യം എന്താണെന്നൊന്നും ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. എന്തായാലും ഇതാണ് ഹൈബിയുടെ വാചകം. ഹൈബി അത് പറയുമ്പോൾ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് ഹൈബിയുടെ. മുനമ്പം ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള ആളാണ്. സമത്വത്തിനും സമവായത്തിനും ഇതിൻ്റെ പല കാര്യങ്ങളിലും തിരിച്ചറിവോടെ ഇടപെടണമെന്ന് വേറിട്ട നിലപാട് സ്വീകരിച്ച ആളുമാണ്. പാർലമെൻറ്റിൽ അദ്ദേഹം പ്രസംഗിച്ചത് ശരിയായില്ലെന്നും ഒക്കെ പറഞ്ഞ് ധാരാളം വിമർശനം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം മനുഷ്യനീതിയിലും അദ്ദേഹത്തിന് വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിലുമാണ് ആ വിഷയത്തെ സമീപിച്ചത്. ഏതായാലും അതിനെ തുടർന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കാസ ഒരു കൗണ്ടർ പോസ്റ്റ് ഇട്ടു. 2.5 ലക്ഷം മുത്തുകൾ ഒരു പന്നിക്ക് ഇട്ടുകൊടുത്തതിൻ്റെ ദുരന്തമാണ് മുനമ്പൻ ജനതയും എറണാകുളവും ഇന്ന് അനുഭവിക്കുന്നത് എന്നാണ് പുള്ളി എഴുതിയത്. പക്ഷേ അതിൻ്റെ താഴേക്ക് വന്ന കമൻറ്റുകളെല്ലാം തന്നെ ഈ പറയുന്ന കാസയ്ക്ക് ഒരു സുഖവും കിട്ടുന്നതല്ല. നായ്ക്കുരണപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അല്ലെ, ചൊറിയുന്ന പൊടി, അത് വിതറുന്നത് പോലെയാണ് എല്ലാവരും അടിക്ക് വന്ന് കമൻ്റ് എഴുതിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വല്ലാതെ പ്രതിരോധത്തിലായിപ്പോയത് ഈ കാസയും കൈയടിച്ച കൂട്ടരുമാണ്. ഒപ്പം നിന്നവർ പലരും പല രീതിയിൽ തലയൂരാൻ തുടങ്ങി. പക്ഷേ കെവിൻ പീറ്റർ അങ്ങനെ ഊരില്ല. കാരണം അതൊരു ഡിക്ലെയർഡ് കമ്മിറ്റ്മെൻറ്റാണ്. എന്ത് സംഭവിച്ചാലും അങ്ങനെ ഉരുണ്ടു വരണ്ടേ മതിയാവും. ഏതായാലും ഇതിലെ വിശ്വാസികൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കമൻറ്റുകൾ നൽകുന്ന സൂചന. സംഗതി ഇപ്പോൾ ഈ നല്ല ദിവസത്തിലും കുത്തും കൊള്ളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. എല്ലാ ക്രൈസ്തവ മതവിശ്വാസികൾക്കും തിരിച്ചറിവിൻ്റെ, നന്മയുടെ, സ്നേഹത്തിൻ്റെ, ചേർത്തുവെക്കലിൻ്റെ ഏറ്റവും മനോഹരമായ പെസഹ തിരുനാൾ ആശംസിക്കുന്നു.